ഹേ ഗൈസ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വാക്ക് സ്റ്റാർട്ട് ചെയ്തേ. ആൻഡ് കുറച്ച് നടന്നപ്പോൾ ഞങ്ങളുടെ ഈ ബോർഡ് കണ്ടു, ഫർബ സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് വേറൊരു വാക്കിംഗ് ട്രെയിൽ. ആൻഡ് ഇറ്റ്സ് റിട്ടേൺ ആസ് മോഡറേറ്റ് വാക്കിംഗ് ട്രെയിൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പ്രിൻസ് ഹെൻറി വാക്കിൻ്റെ പാർട്ടല്ല എന്നാണ്. പിന്നെ ഗൂഗിൾ മാഡാണ് പറഞ്ഞ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രിൻസ് ഹെൻറി ട്രെയിൽ എന്ന്. എനിവേസ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്, എന്ത് സ്റ്റണ്ണിങ് ആണ് ഈ പ്ലേസ് എന്ന് നോക്കിക്കേ. ഞങ്ങൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം കേട്ടോ. ആളുകളൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് മിക്ക സ്ഥലത്തും ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ലൈക്ക് ഒരു ഫോറസ്റ്റിൻ്റെ നടുവിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഇത് ഈ കാണുന്നത് വിച്ച് സ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഈ വാട്ടർഫോളിന് ഒരു വിച്ചിൻ്റെ ഫേസ് റിസംബ്ലൻസ് ഉണ്ടായതുകൊണ്ട് പണ്ടത്തെ ഏതോ എക്സ്പ്ലോറേഴ്സ് ഇട്ട പേരാണത്ര ഈ വിച്ച് സ്ലീപ്പ് എന്ന്. മഴ പെയ്ത് കഴിയുമ്പോൾ നല്ല ഫ്ലോ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ടായിരിക്കണം അധികം കാണാനൊന്നുമില്ല. ഇത് കണ്ട് ഞാനൊരു ഗുഹയുടെ ഉള്ളിലൂടെ കയറി പോകുന്ന പോലില്ലേ. ഇതാണ് കാട്ടുമുമ്പ ഫോൾസ് എന്ന് പറയുന്നത്. ക്ലിഫ്സൊക്കെ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോകരുതെന്നുള്ള ഒരു വാർണിംഗ് ബോർഡ് ഉണ്ടായിരുന്നു. ബട്ട് ചിലരൊക്കെ റിസ്ക് എടുക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ ഏതായാലും ആ റിസ്ക് എടുത്തിട്ടില്ല. ഫർബർ സ്റ്റെപ്സ് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, കാരണം നല്ല സ്റ്റീപ്പ് സ്റ്റെപ്സും തെന്നുന്നൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് വി വർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അങ്ങനെ ഞങ്ങൾ ഈ വന്ന വഴി തിരിച്ചു നടക്കാൻ തുടങ്ങി. തിരിച്ചു പോകുമ്പോൾ ഉള്ളതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. തിരിച്ചു പോകുമ്പോഴും എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. വന്നോ ഇല്ലയോ എന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ.